സാക്ഷാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ഡൂപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 3 മില്യണോളം വ്യൂസിൻ്റെ ഫേസ്ബുക്കിലൊക്കെ വന്നു. അതിനുശേഷം ഈ സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു, വീഡിയോസ് ഇറക്കി തന്നു. അതിലാണ് എന്നെ കൂടുതൽ തിരിച്ചറിയുന്നത്. പക്ഷേ ഈ താടി മീശ വെച്ചിട്ടല്ല അതുണ്ടായിരുന്നത്. മുടിയൊക്കെ ഇറക്കി കൂളിംഗ് ഗ്ലാസ് വെച്ച് മീശയൊക്കെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതാവുന്നത്. അതെ, വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് വേറെ രൂപമാണ്. താടി മീശ വെക്കുമ്പോൾ വേറെ രൂപം. അപ്പോൾ എൻ്റെ യഥാർത്ഥ രൂപമാണ് എനിക്ക് ഇനി ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സപ്പോർട്ടും അതാണ് നമുക്ക് വേണ്ടതും. അതിനുശേഷം ഞാൻ ഒരു ശ്രീകൃഷ്ണൻ എന്നൊരു സംഭവം ചെയ്തു. ശ്രീകൃഷ്ണൻ ഭയങ്കര വൈറലായിരുന്നു. അതെ 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 എല്ലാ എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് അതെ അതെ അത് ശ്രീകൃഷ്ണ ജയന്തിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന രൂപമാണ്. അപ്പോൾ കുറേ ആളുകൾ സമുദായത്തെ ഇഷ്ടം. ഞാൻ ഒരു മുസ്ലിമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ എന്താ പറയുക, അവർ കുറച്ച് ആൾക്കാർ അജണ്ടകളുണ്ടാവുമല്ലോ കുറച്ച്. ഞാൻ യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ച അത് എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന അതിനെ അനുസരിച്ച് ജീവിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലാണുള്ളത്, പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുറച്ച് പേര് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സുഹൃത്തുക്കളിൽപ്പെട്ട കുറച്ച് ആൾക്കാർ കുറച്ച് സംഭവങ്ങളിലേക്ക് നമ്മളെ അവിടേക്ക് എന്നുള്ള കുറച്ച് സംഭവങ്ങളിലേക്ക് വിലക്കിയ പോലെ നമുക്ക് തോന്നി. പക്ഷെ പൊതുവേ ഇല്ല. നമ്മൾ റിപ്പോർട്ടർ ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഹൈന്ദവരെല്ലാവരും എന്നെ നല്ല സപ്പോർട്ടായിരുന്നു. മുസ്ലിംസും സപ്പോർട്ടല്ല എന്നല്ല പറയുന്നത്. അതിൽ കമൻറ്റുകൾ മൊത്തം നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് കമൻറ്റ് മാത്രമേ ഞാനതിൽ കണ്ടിട്ടുള്ളൂ, വിമർശിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു മിമിക്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സാദൃശ്യം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, സിനിമ ചെയ്യുന്ന ആളാണ്. അത്തരത്തിലാണ് ഞാനത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊരു മതമൈത്രിയും കൂടിയാണല്ലോ. അതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ കുറേ ആളുകൾ ചിന്തിക്കുന്നതല്ല. അത് തീവ്രമായി മതത്തെ നെഞ്ചിലേറ്റി നടക്കുന്നവർക്കാണ് അതൊരു തീവ്രവാദമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നത്. പക്ഷെ നമ്മളങ്ങനെ കരുതിയിട്ടല്ല. ഒരു മുസ്ലിമിനെ താറാക്കാനോ ഒരു ഹിന്ദുക്കളെ ഇതാക്കാനോ വേണ്ടിയിട്ടല്ല. നമുക്കൊരു മതമൈത്രിയുടെ ഭാഗമായിട്ട് ചെയ്യാന്നുള്ളതുമാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ ഉദ്ദേശിച്ചത്.